സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനകൾ തെറ്റിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പൂരവിവാദവും കരുവന്നൂർ തട്ടിപ്പും തൃശൂരിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമായി. ക്രിമിനലുകളെ ഫലപ്രദമായി തള്ളിപ്പറയാൻ പാർട്ടികൾ തയ്യാറാകണമെന്നും ബിനോയ് വിശ്വം ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായ ഇടതുപക്ഷത്തിന്റെ വീഴ്ചകളാണ് CPI സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. ക്ഷേമ പെൻഷനിൽ മുടക്കം വരാതെ സർക്കാർ നോക്കണമായിരുന്നു. ജനങ്ങളെ ബാധിക്കുന്നതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഭരണവിരുദ്ധ വികാരമുണ്ടായോ എന്ന ചോദ്യത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം സംസ്ഥാന ഭരണം വിലയിരുത്തിയെന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. എന്തായിരിക്കും സ്പെസിഫിക് ആയി എന്തെങ്കിലും ഒന്നോ രണ്ടോ കാരണങ്ങൾ ഉറപ്പായും ഉണ്ടാവും. സ്പെസിഫിക് ആയിട്ട് ഒന്നോ രണ്ടോ അല്ല, ഭരണവിരുദ്ധ വികാരമുണ്ടോ? പല ഘടകങ്ങളുണ്ട്. പല ഘടകങ്ങൾ ഒന്ന് തന്നെയാണ്. ഞങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായോ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. ഒന്ന് അത് തന്നെയാണ്. ഒന്ന് പല കാരണം കൊണ്ടും BJPക്കുണ്ടായ ഒരു മുന്നേറ്റമുണ്ട് കേരളത്തിൽ. പൂരവിവാദവും കരുവന്നൂർ തട്ടിപ്പും തൃശൂരിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമായി. കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകളിൽ CPIM-നും വേദന വേണം. ക്രിമിനലുകളെ ഫലപ്രദമായി തള്ളിപ്പറയാൻ പാർട്ടികൾ തയ്യാറാവണം. ഇരുതലമൂർച്ചയുള്ള വാളാണ് സോഷ്യൽ മീഡിയ. അതെടുത്തേതവനെങ്കിലും പാർട്ടിക്ക് വേണ്ടി വെട്ടിയാൽ പാർട്ടിക്ക് തന്നെയാണ് വെട്ടേൽക്കുകയെന്നും ബിനോയ് വിശ്വം ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ വ്യക്തമാക്കി. സ്വർണം പൊട്ടിക്കലിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും ശക്തികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇടതുപക്ഷത്തിൻ്റെ രക്ഷകവേഷം ഉപയോഗിച്ച വാക്ക് രക്ഷകവേഷം കെട്ടുന്നത് അപമാനമാണ്. എന്തുകൊണ്ട് അത് തള്ളിപ്പറയാനാകും? അത്തരം പ്രവണത CPM-ലുമുണ്ട്, CPI-യിലുമുണ്ട്. എന്തുകൊണ്ടാണ് ഇടതു മുന്നണിക്ക് അത് തള്ളിപ്പറയാനാകും? ഇടതു മുന്നണിയല്ല, ബന്ധപ്പെട്ട പാർട്ടികൾ തള്ളിപ്പറഞ്ഞേ തീരൂ. CPM പറയുന്നുണ്ട്, CPI-യും പറയും. CPI-യും പറയുന്നുണ്ട്. അത് ഫലപ്രദമാകും. നീ ഫലപ്രദമാകണം. നിലവിൽ സോഷ്യൽ മീഡിയ റിയാലിറ്റിയാണ്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്നവർക്ക് നല്ല ബോധം വേണം, രാഷ്ട്രീയം വേണം, വ്യക്തത വേണം. അത് രണ്ടു തലയ്ക്കും മൂർച്ചയുള്ള വാലാണ്. അത് ഏതവനും കയറി എടുത്ത് പാർട്ടിക്ക് വേണ്ടി വെട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ വെട്ട് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും പാർട്ടിയെ വെട്ടുന്ന വെട്ടായി മാറും. കമ്മ്യൂണിസ്റ്റുകാർ വെള്ളത്തിലെ മീനുകളെപ്പോലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കേണ്ടവരാണ്. എന്നാൽ ജനങ്ങളുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചു. എവിടെയാണ് ആ ഉലച്ചിൽ വന്നത്? വളരെ വ്യക്തമല്ലേ. കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള എല്ലാ കാലത്തെയും ബോധ്യം എന്താ? അവരെപ്പോഴും ജനങ്ങളുടെ കൂടെയുള്ളവരാണെന്ന്. അതാണ് ഞങ്ങൾ പണ്ട് മുതലേ പറഞ്ഞും കേട്ടും ശീലിച്ചു പോകുന്നത്. വെള്ളത്തിലെ മത്സ്യത്തെപ്പോലെ ജീവിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന ആ പ്രസ്താവന. മത്സ്യത്തിൻ്റെ അവസ്ഥ എന്താ? വെള്ളത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ അത് പടഞ്ഞ് മരിച്ചു പോകും. അതുപോലെ തന്നെയാണ് ജനബന്ധം അറ്റുപോയാൽ ഇതേ പ്രശ്നം വരും കമ്മ്യൂണിസ്റ്റുകാർക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ കനത്ത പരാജയം പാർട്ടി വിലയിരുത്തുന്നതിനിടെയാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.